ശ്രീ വി ആർ അനൂപ്, ഇപ്പം വയനാടുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ ചോദ്യം പ്രതിപക്ഷം നേരിടേണ്ടി വരുന്നത്. ഇന്ന് കുറച്ച് മുമ്പിട്ടിരിക്കുന്ന പോസ്റ്റിൽ പോലും കൃത്യമായി മുഖ്യമന്ത്രി ചോദിക്കുന്നത് എത്ര പണം പിരിച്ചു, ആപ്പ് എവിടെ, ആ പണം ഏത് അക്കൗണ്ടിൽ എന്നുള്ളതാണ്. 3 ചോദ്യം വളരെ ഷാർപ്പാണ്. മറുപടി ഉണ്ടോ? ഞാൻ അതിലേക്ക് വരാനേ അങ്ങനെ പോലെ പ്രതിനിധി SFIയുടെ സംസ്ഥാന ഞാൻ വരാം മാധു. ഞാൻ എനിക്ക് അനുവദിച്ച സമയത്തിൽ മാധു പറഞ്ഞ ആ വിഷയം സ്പർശിച്ച് അതിന് മറുപടി പറഞ്ഞു. ശേഷം വിഷയം എന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. ഒരു ചർച്ച എങ്ങനെ പോകണം എന്നുള്ളത്. ശരി, അപ്പൊ വയനാട് പറയൂ. തീർച്ചയായും ഞാൻ പറഞ്ഞതല്ല. ഞാൻ വയനാട്ടിലേക്ക് തന്നെ വരാം. അതിനു മുമ്പ് ഒരേ ഒരു കാര്യം, ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ CPMന്റെ പ്രതിനിധി പറയുന്നത് എന്താണെന്നറിയോ? നേരിട്ടുള്ള സംവാദത്തിൽ മുൻ പ്രതിപക്ഷ നേതാവിനെയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് തോൽപ്പിച്ച് പരിക്ഷീണിതനാക്കി എന്നൊക്കെയാണ്. ഇതൊരു ഫാൻ ബോയ് ഭാവനയാണെന്നേ. മുഖ്യമന്ത്രി അങ്ങനെ നേരിട്ട് ഇവരെയൊക്കെ കുത്തി മലർത്തി തോൽപ്പിച്ചെങ്കിൽ ഇപ്പോഴും നേരിട്ട് വരാൻ എന്താ കുഴപ്പമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഫയൽവാൻ ജയിച്ച് ഫയൽവാൻ തോറ്റ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ നേരിട്ട് തോൽപ്പിച്ചു എന്ന് പറയുന്ന ഏകപക്ഷീയമായ ഞാൻ വയനാടിനെ കുറിച്ച് തന്നെ പറയാം. മാധു ഇങ്ങനെ ആവർത്തിച്ച് വയനാട്ടിലേക്ക് വരുമെന്ന്. അല്ല ഞാൻ അങ്ങോട്ട് വരാന്നേ. എനിക്കും ഇത് ഈ പറയുന്ന നിങ്ങൾ സംസാരിച്ചപ്പോൾ അതിനിടയിൽ കയറി പറയാൻ അറിയാഞ്ഞിട്ടാണോ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുക, ഞാൻ അതിലേക്ക് വരാം. ഞാൻ മാധുവും ഞാനുമായിട്ടുള്ള സംഭാഷണം ഇടയിൽ നിന്ന് ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറി കയറി വരേണ്ട കാര്യം കുറച്ചു നേരം കേൾക്ക്. മൻ കി ബാത്ത് നടത്തല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ വളരെ തുടക്കത്തിലെ പറഞ്ഞു. തീർച്ചയായും വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താ? കോൺഗ്രസ് ഒരു പണപ്പിരിവ് നടത്തുന്നു. അത് ഈ വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാനാണ്. അതിനകത്ത് കോൺഗ്രസ് ഈ പറയുന്ന വീട് വെച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അതിന് വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, കോൺഗ്രസ് ഫണ്ട് മേടിച്ച് സ്വരുക്കൂട്ടിയ സ്ഥലത്ത് DYFI കുടില് കെട്ടുമെന്ന് പറയുന്ന അങ്ങേയറ്റം തനി തെമ്മാടിത്തത്തിലേക്ക് DYFI വന്നിരിക്കുകയാണ്. ഇവിടെ അല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ മാധവി ചോദിക്കേ, ഈ ചർച്ചക്കിടയിൽ ചോദിക്കേ, പയ്യന്നൂരിൽ ഇവരുടെ തന്ത്രമാണ്. ഇത് നേരത്തെ പറഞ്ഞ കള്ളക്കളിയാണ്. ഇത് നാട്ടുകാർ എടുക്കില്ല. അല്ല, ഞാൻ പയ്യന്നൂരിലെ കാര്യം ചോദിച്ചിട്ടേ അങ്ങോട്ട് ഈ കാര്യം ചോദിക്കാൻ പറയുള്ളൂ. കള്ളക്കളിയല്ല. അല്ലല്ല, പയ്യന്നൂരിലെ കാര്യം ഞാൻ സഞ്ജീവിനോട് ചോദിക്കാം. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടാ, എത്ര പണം പിരിച്ചു, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ടിൽ? 3 ചോദ്യമുള്ളൂ. പയ്യന്നൂരില്ല. ഇവിടെ ഈ അല്ല എന്തുകൊണ്ട് പയ്യന്നൂരില്ല? പയ്യന്നൂർ ഞാൻ അവരോട് ചോദിച്ചോളാം. അങ്ങേ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ഒരു നേതാവ് വന്ന് അല്ല അങ്ങനെ അക്കൗണ്ടബിലിറ്റി രണ്ടുപേർക്കും തുല്യല്ലേ? നടത്തിയ ഒരു ഫണ്ട് പിരിവിനെ അല്ല അത് ചോദിക്കാനുള്ള ധാർമ്മികത ഇവിടെ CPM ഇല്ലാതെ എന്താ സംശയം? മൃതദേഹത്തെ കാശുണ്ടാക്കുകയാണെന്ന് അല്ല ഞാൻ പറയാലോ. അതിനകത്തുള്ള സാങ്കേതിക കാര്യങ്ങൾ 100 വട്ടം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിശദീകരിക്കപ്പെട്ട കാര്യമാണെന്നേ. കേരളത്തിൽ CPM ഒരു അജണ്ടയുണ്ട്. ഈ പറയുന്ന CPMന്റെ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ പ്രതിരോധിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറില്ല. ഏത് അക്കൗണ്ടിൽ? അല്ല, ഞങ്ങൾ അതിന് തയ്യാറില്ലാന്നേ. ഇനി പറയാനില്ല. അപ്പൊ പിന്നെ ഈ ചോദ്യം അല്ല, തിരിച്ച് അതേ ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ടല്ലോ. സ്വരാജിനെ പോലൊരു നേതാവ് വന്നിരുന്ന് പറയുകയാണ് ഞങ്ങൾ നടത്തുന്നത് ശവം തൂക്കലാണ് എന്ന് പറയുമ്പോ സ്വരാജിന്റെ പാർട്ടി രക്തസാക്ഷിയുടെ ഫണ്ട് കാര്യത്തിൽ സ്വന്തം രക്തസാക്ഷിയുടെ ശവം തൂക്ക് നടത്തിയ പാർട്ടിയല്ലേ? ഇവർക്ക് എന്ത് ആധികാരികതയാണ്, ഇവർക്ക് എന്ത് അവകാശമാണ് ഞങ്ങളെ ചോദ്യം ചെയ്യാനുള്ളത്? ആ പാർട്ടിക്ക് CPM അല്ല ചോദ്യം ചോദിച്ചത്, ഞാനാണ്. ഓരോ വിഷയം എടുക്കാന്ന് പറഞ്ഞ് ഞാനാണ് വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ച അങ്ങ് CPMനെ വിടുന്നേ. എത്ര പണം, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ട്? ഞാനാ ചോദിക്കുന്നേ. മാധു
മാധുവിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഭരണനിർവഹണമാണോ കാണേണ്ടത്, ഒരു പാർട്ടി നടത്തിയ പണപ്പിരിവുമായുള്ള പ്രതിപക്ഷത്തോട് എനിക്ക് ഭരണനിർവഹണത്തെ പറ്റി ചോദിക്കാൻ പറ്റുമോ? ഞാൻ ഭരണനിർവഹണത്തെ പറ്റി CPM-നോട് ചോദിക്കാം. ഞാൻ പ്രതിപക്ഷത്തോട് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കുന്നേ. അല്ല, ഇതിനകത്ത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളെ ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മാധുവിനെ പോലെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള എന്റെ ഉത്തരവാദിത്തം അവിടെ നിൽക്കട്ടെ. എനിക്ക് പ്രതിപക്ഷം ഇറങ്ങി പുറപ്പെട്ട ഒരു പ്രോജക്റ്റിൽ അല്ല, കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രോജക്ട് എന്താണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? ഞാനത് സർക്കാരിനോട് ചോദിക്കാം. എനിക്ക് പ്രതിപക്ഷത്തിരുന്ന സർക്കാർ പ്രതിപക്ഷം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉറപ്പ്, വയനാട്, അതിനെപ്പറ്റിയല്ലേ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റൂ? ഞാൻ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കാൻ വേണമെങ്കിൽ, എത്ര തുക, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ട്? ഇതൊന്നും ഇല്ലെങ്കിൽ സംവാദം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലോ കേട്ടോ. കേരളത്തിന്റെ ഇതേ ചോദ്യം അല്ല അതൊക്കെ മാധുവിൻ്റെതായ കാര്യങ്ങളിലേക്ക് പറയാം. ഈ സംവാദം പറ്റുന്ന പണിയായതുകൊണ്ടാണല്ലോ സ്വരാജിനെ പോലുള്ള ആളുകൾ സംവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഏകപക്ഷീയമായി ഇത്തരം ശവന്തൂക്ക് പ്രസ്താവനകളുമായിട്ട് വരുന്നത്. ഞങ്ങൾ സംവാദം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വരാജ് എത്രയോ വേദികൾ പറഞ്ഞു, എനിക്ക് ഇപ്പോഴത്തെ ചാനൽ സംവാദങ്ങളോട് താല്പര്യമില്ല. എന്നിട്ടൊരു പത്രസമ്മേളനം വിളിക്കുന്നു, ഒറ്റയടിക്ക് പറയുന്നു ശവന്തൂക്കലാണ്. എന്നാൽ മറിച്ച് രക്തസാക്ഷികളുടെ ശവന്തൂക്കൽ നടത്തുന്ന പാർട്ടിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാട്ടില്ല. പിണറായി വിജയൻ തൊട്ട് സ്വരാജ് വരെയുള്ള ആളുകൾക്ക് ഈ സംവാദം എന്ന് പറയുന്ന ഒരു പരിപാടി പറ്റിയതല്ലെന്നേ. മുതിർന്ന നേതാക്കളല്ലേ? നോക്കൂ, VD സതീശൻ മുമ്പ് ടെലിവിഷൻ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ലേ? അദ്ദേഹം ഇപ്പൊ ടെലിവിഷൻ ചാനലിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ നിർത്തിപ്പോന്നു. VR അനൂപിനെ പോലെയുള്ള യുവ നേതാക്കൾ വരുന്നു ചർച്ചയ്ക്ക്. അതൊക്കെ നടക്കും. നോക്കൂ, ഞാൻ അങ്ങോട്ട് 5 തവണ ചോദിച്ചു. അങ്ങേക്ക് ഇതിൽ ഒരൊറ്റ കാര്യത്തിനെങ്കിലും ഉത്തരം പറയാനുണ്ടെങ്കിൽ എനിക്ക് ഇടവേളെടുക്കാൻ പറ്റാത്തതിലേക്ക് പോകാം. ഇതിനകത്ത് ഒരു മിനിറ്റ്, ഈ ചർച്ചയ്ക്ക് വരുന്നതും വരാതിരിക്കുന്നതൊക്കെ വേറെ കാര്യം. പക്ഷെ ചർച്ചകളെ താല്പര്യമില്ല, ചർച്ചകളോട് പൊതുവെ പുച്ഛം. എന്നിട്ട് ഏകപക്ഷീയമായിട്ട് ഈ ആളില്ലാത്ത ഗോൾ പോസ്റ്റ് അവിടെ നിൽക്കട്ടെ. അങ്ങ് ഈ ചർച്ചയുടെ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ നാട് മുഴുവൻ ഓടുമല്ലോ VR അനൂപ്. അല്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനകത്ത് LDF ഒരു അജണ്ട ഉണ്ടെന്നേ. LDF എന്താണ് ചെയ്യുന്നത്? എല്ലാ തെരുവുകളിലും എല്ലാ മീറ്റിങ്ങുകളിലും ഇതിനകത്ത് ജനാധിപത്യ വിരുദ്ധത മാധുവിനൊന്നും തോന്നുന്നില്ലേ? ഞങ്ങൾ കാര്യം ചോദിക്കട്ടെ, ഞാനൊരു കാര്യം ഇതിനകത്തൊരു കാര്യം ചോദിക്കട്ടെ മാധു ചോദിച്ചോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വയനാടുമായിട്ട് തന്നെയാണല്ലോ ചർച്ച. ഞങ്ങൾ വാങ്ങിച്ച സ്ഥലം, ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചൊരു സ്ഥലം വാങ്ങിക്കുന്നു. ആ സ്ഥലത്ത് കുടില് കെട്ടി സമരം ചെയ്യുന്ന DYFIയുടെ ജനാധിപത്യ പിന്നെ ചോദിക്കാം. ഇതിനുണ്ടോ? ഇതിന് മറുപടി ഇല്ലല്ലോ അല്ലെ? ഞാൻ എടുക്കാണേ. ഒരു ചോദ്യം 10 തവണ ചോദിക്കാൻ എനിക്കൊരു നാണക്കേടില്ലേ? എനിക്ക് നാണമുണ്ടോ? എനിക്കൊരു നാണക്കേടില്ല. അതുകൊണ്ട് ഞാൻ ചോയ്സ് മാധു ചോദിക്കുന്ന